പിന്നെ അതുപോലെ തന്നെ അടുത്ത് സിവിക്സിൻ്റെയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സിവിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പല ടോപ്പിക്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കിടക്കുന്ന ടോപ്പിക്സാണ്. കാരണം അതിന് ഏറ്റവും ബേസ് SCERT വായിക്കുക, പിന്നെ NCERTയുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഐഡിയ കിട്ടും. പിന്നീട് ഇന്ത്യൻ പൊളിറ്റിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന UPSC ഉദ്യോഗാർത്ഥികളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പുസ്തകമുണ്ട്, ഇന്ത്യൻ പൊളിറ്റി ബൈ M. ലക്ഷ്മികാന്ത്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എഡിഷൻ ബുക്സ് വാങ്ങുന്നത് നമുക്ക് വളരെ സേഫ് ആയിരിക്കും. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ അപ്പുറം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ലക്ഷ്മികാന്തിൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഏരിയകളും അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ പറയുന്നുണ്ട്. ഓക്കെ, UPSCക്ക് അത്ര മതി. അത് തന്നെ ഈ ലക്ഷ്മികാന്തിൻ്റെ ബുക്സ് മൊത്തമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ മാത്രം എന്ത് ചെയ്താൽ മതി, പഠിച്ചെടുത്താൽ മതി. ഓക്കെ, അതുപോലെ ഈ സിവിക്സിൽ ചില ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ടുള്ള മെറ്റീരിയലുകൾ ഡിപ്പെൻഡ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഈ ആക്ട്സുകളെ കുറിച്ച്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ട്സുകളെ കുറിച്ചിട്ട്, അതുപോലെ അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽ, ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ ഒരുപാട് റിസോഴ്സുകൾ അവൈലബിൾ ആണ്. എപ്പോഴും ഈ നമ്മുടെ ബെയർ ആക്ട്സ് തന്നെ, അതായത് ബെയർ ആക്ട്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആക്ട്സുകളുടെയൊക്കെ ബെയർ ആക്ട്സുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈ സിവിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്.